ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ആമിന നമ്മുടെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ റിസീവ് ചെയ്യാൻ വന്നിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട്. കാരണം 2019 ഒക്ടോബറിലാണ് ആമിന കേരളം വിട്ട് പുറത്തു പോയത്. അപ്പം കോവിഡിൻ്റെ പ്രശ്നമൊക്കെ ആയി അസർബൈജാനിൽ കുടുങ്ങി. അസർബൈജാനിൽ നിന്നും ഏകദേശം 6 ലക്ഷത്തോളം രൂപ മുടക്കി അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് വിമാനത്തിൽ ദുബായ് എത്തിച്ചു. ദുബായിൽ നിന്നും ഷിപ്പിൽ അങ്ങനെ നമ്മുടെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നാട്ടിൽ നിന്ന് വീഡിയോ ഇടുന്നു. ട്രാവലിംഗ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഞങ്ങൾ UK വിസ അടിച്ചിട്ടുണ്ട്, യൂറോപ്പ് അടിച്ചിട്ടുണ്ട്, വേറെ 2-3 ഹിഡൻ കൺട്രീസ് വിസ അടിച്ചിട്ടുണ്ട്. പോകാത്തത് ഈ വണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈ വണ്ടി കസ്റ്റംസിന് റിലീസ് ചെയ്യണമെങ്കിൽ വണ്ടിയുടെ മുതലായ ഞാൻ ഇവിടെ തന്നെ വേണം, അതില്ലാതെ നടക്കില്ല. അതുകൊണ്ടാണ് പോകാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആമിന റിലീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ വേറെ കാര്യം, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത് MG റോഡിൽ അബാദ് പ്ലാസയിലാണ് കണ്ടോ. കാരണം ഞങ്ങൾ വന്നാൽ ഇവിടെയാണ് സ്റ്റേ ചെയ്യാറ്. ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുതലാളിനൊക്കെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു പ്രധാന പത്രം അതിൻ്റെ ഓൺലൈനിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിരുന്നു. ഏതോ ഒരു ബ്ലോഗർ ഏതോ റിസോർട്ടിലൊക്കെ പോയിട്ട് പിന്നെ അതിൻ്റെ മാനേജറൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും പണം തട്ടിയെന്നും ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് കള്ളു കുടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി അതിന് ഒരു ദിവസം മുമ്പാണ് ഞാൻ അബാദിൻ്റെ തേക്കടിയിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പം പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു അത് മല്ലു ട്രാവലറാണെന്ന്. പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, നീ എന്താടാ അവരുമായിട്ട് തെറ്റിയെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മുതലാളി മുഖം കാണിച്ചോ, മുതലാളി എന്ന് അറിഞ്ഞോട്ടെ. ജിബ്രാൻ അബാദിൻ്റെ നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അല്ല, നമ്മളെ തേക്കടിൽ അടിയെന്ന് ആക്കിയിട്ടുണ്ടോ? എന്നാലും നിങ്ങൾ കുറച്ച് ധൃതി പിടിച്ചു പോയി, നിങ്ങൾ പെട്ടെന്ന് റിയാക്ട് ചെയ്ത്, അതാണ് പറ്റിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ഞാൻ അബാദിലാണ് സ്റ്റേ ചെയ്യുന്നത്. എറണാകുളത്ത് എപ്പോഴും വന്നല്ല ഇവിടെ സ്റ്റേ ചെയ്യാറ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 2 റിസോർട്ട് വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് അബാദിൻ്റെ വയനാടിലെ ബ്രൂക്ക് സൈഡ്, അതും ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആൾക്കാർ റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി മടിച്ചിരിക്കുന്ന സമയം. റിസോർട്ട് ഓപ്പൺ ആയത് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് റിസോർട്ട്സ് ഓപ്പൺ ആയി എന്നും അതുപോലെ കോവിഡ് കാലത്ത് റിസോർട്ടിൽ എങ്ങനെയാണ് അവർ സേഫ്റ്റി കാര്യങ്ങൾ എടുക്കുന്നത് കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അല്ല, അത് ആക്ച്വലി ഒരു പെയ്ഡ് പ്രൊമോഷനാണ്. അതിൽ തന്നെ ഞാൻ ചക്ക വലുപ്പത്തിൽ പെയ്ഡ് പ്രൊമോഷൻ ഇൻക്ലൂഡഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തേക്കടി എന്നുള്ളത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. തേക്കടിയിൽ ഞങ്ങൾ അതോടുകൂടി ഞങ്ങളൊരു സൗഹൃദം ഉണ്ടായി, ഞങ്ങൾ ഫ്രണ്ട്സായി, കുറച്ച് ക്ലോസ് ബഡീസായി. അപ്പം എനിക്ക് ഫാമിലിയായിട്ട് വയനാട് പോകാൻ വേണ്ടി താല്പര്യമുണ്ടായി. വയനാട് പോകാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ് റൂം ഫുള്ള്, കാരണം 5 റൂംസ് വേണം ഞങ്ങൾക്ക് ഫാമിലിയായിട്ട്. അങ്ങനെ തപ്പിപ്പിടിച്ച് നോക്കുമ്പോൾ ശനി ഞായറും നല്ല പീക്ക് ടൈം കേട്ടോ ഈ റിസോർട്ട് ഏരിയയിൽ. അങ്ങനെ തപ്പിപ്പിടിച്ചപ്പോഴാണ് ഞങ്ങൾ തേക്കടിയിൽ ഞങ്ങൾക്ക് 5 റൂം സെറ്റ് ചെയ്യുന്നത്. അതാണ് തേക്കടി പോയത്, വീഡിയോ ചെയ്ത്. അവിടെ യാതൊരു കുഴപ്പമില്ല, ഞങ്ങൾ പോയി, ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാനപ്പം അതിൻ്റെ 2 വീഡിയോസ് ഇടുകയും ചെയ്തു. അതല്ലാതെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാണുന്ന പോലെ യാതൊരു പ്രശ്നവും എൻ്റെ വീഡിയോയിലോ ഞാനും അതിൻ്റെ മുതലാളിയും തമ്മിൽ ഇല്ല കേട്ടോ. ഇത് എൻ്റെ റിയൽ സബ്സ്ക്രൈബേഴ്സ് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ വന്ന് എൻ്റെ കമൻറ്റിൽ ഒരുപാട് തെറിവൊക്കെ പറയുന്നുണ്ടായിരുന്നു. നിങ്ങളോടൊന്നും എനിക്ക് ഒരു ഇതും ഇല്ല കേട്ടോ, ഒരു ദേഷ്യമില്ല. കാരണം നിങ്ങളെ കുറ്റം പറ്റിക്കാറില്ല. കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഇങ്ങനൊരു വാർത്ത എഴുതിയത്. അപ്പോൾ അഫ്കോഴ്സ് ആൾക്കാരുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാവും. അത്രമാത്രം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടും. ഇപ്പോൾ ഏകദേശം എല്ലാം ക്ലിയർ ആയില്ലേ? അല്ല, താങ്ക്സ് കേട്ടോ, നിങ്ങളെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇവിടെ കൊച്ചിൻ സീപോർട്ടിലേക്കാണ്. ജസീലുണ്ട്, ഷബീറുണ്ട്, ഞങ്ങളെല്ലാവരും ഇന്നലെ എത്തി. പിന്നെ ഇന്ന് ദിവസം ബുധനാഴ്ചയല്ല, 18-ാം തീയതി കേട്ടോ. ഇന്ന് 18-ാം തീയതിയാണ്. 18-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. 19-ാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ നാട്ടിലോട്ട് പോകും. ഓക്കെ, പിന്നെ ഷബീർ ഭയങ്കര ബിസിനസ് കാരണം പുറകെ അണ്ണാച്ചോട് അണ്ണേ ഓർഡർ അനപ്പിയാച്ച ഭയങ്കര തമിഴിലും ഒരു കോയമ്പത്തൂർ പർച്ചേസ് ചെയ്യാൻ പോയെന്നല്ല അതിൻ്റെ ഇതാ. ഞാൻ ഇവൻ ഫുൾ ബേക്കുന്ന തമിഴ് അത് ഇതൊക്കെ പറയുന്നുണ്ട് ഉഷാറിന്. അപ്പൊ നമ്മളിത് ഇങ്ങനെ എവിടെ എത്തി ലൊക്കേഷൻ. ഏതായാലും ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ആമിനെ കാണാൻ പോവുകയാണ്. ഒരു കിളവൻ. നമസ്കാരം എന്നെ ചെങ്ങായി ഇങ്ങനെ മുടിയൊക്കെ നരച്ചതാ. മുടി എനിക്ക് 18-ാം വയസ്സിൽ കാണിക്കുന്നുണ്ട്. മുഖം കാണിക്കേ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനാണ് നിങ്ങളുടെ ടിൻസോ ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? കല്യാണം കഴിച്ചിട്ട് ഒതുങ്ങിയിട്ട് ഏതോ ഒരു സൈഡിൽ നിൽക്കുന്ന ടിൻസോ ബ്രോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു 1000 കിലോമീറ്റർ ട്രിപ്പ് പോയിട്ട് തിരിച്ചു വന്നോളൂ. മൂന്നാർ 3 ദിവസത്തെ
couple of vlogs coming soon. ആ വേറെ കോമഡി എന്താ പറയുക, ഇവൻ കെട്ടിയാരെന്നറിയോ, സെൻഡറാണ്, മോട്ടോർ ബൈക്ക് ഫീമെയിൽ സെൻഡർ. ആക്ച്വലി ഇവനൊരു ബൈക്കറാണ്. അപ്പൊ ഇവൻ തേടി പിടിച്ച് എന്താ പറയാ പ്രണയിച്ച് 2 വർഷം പുറകെ നടന്നു. ഒരു വർഷം പുറകെ നടന്ന് വളച്ചെടുത്ത് കല്യാണം കഴിച്ചു. അത് എറണാകുളത്തുള്ള ഒരു കുട്ടിയാണ്, ബൈക്ക് സെൻഡർ കേട്ടോ. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇത് കൺസോൾ ഷിപ്പിങ്ങിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പം എൻ്റെ അവിടെ നിന്നുള്ള പേപ്പേഴ്സൊക്കെ എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ നേരെ പോകണം. വണ്ടി അവിടെ ബോക്സിലുള്ളത്, അത് പോയി അത് പൊളിച്ചെടുത്ത് അതിൽ എഞ്ചിൻ ഓയിൽ നിറക്കണം, ബാറ്ററി എടുക്കണം, പവർ പ്ലഗ് ഒക്കെ മാറ്റണം. ഒരുപാട് പണിയുണ്ട്. പണിയെടുക്കാൻ ഞാൻ ഷെബീറിന് അങ്ങ് ഒരു മിനിറ്റ് മെക്കാനിക്ക്, അടുത്ത ഡ്രൈവർ, ക്യാമറമാൻ, മെക്കാനിക്, എൻ്റെ മോനെ ഓളിനോളുണ്ട് ഷെബീർ. കുപ്പായ ട്രോളുണ്ട്, കുപ്പായ ഇട്ടാൽ ഇവൻ ക്യാമറമാൻ, കുപ്പായ മെക്കാനിക്. ഓക്കെ, അപ്പോൾ ഒരു അരമണിക്കൂർ സമയം പറഞ്ഞിട്ട് അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഷറക്കാം. ഇത് ശരിക്കും വണ്ടിയുടെ ഡോക്യുമെന്റ് ആണ്. ഞാൻ അസർബൈജാനിൽ നിന്ന് അവർക്ക് കൊടുത്തിട്ട് വന്നത്. അപ്പോൾ അവർ കൊറിയർ അയച്ച് ഇപ്പം കൈ കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും അതിൻ്റെ നമ്മുടെ IDP, ഇത് വണ്ടീൻ്റെ RC ആണ്. ഇത് RC ബുക്ക്, പിന്നെ അതുപോലെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൽ വേറെ മുതൽ നിങ്ങൾ ഒരുപാട് രാജ്യങ്ങളുടെ ഫ്ലാഗ് ഉണ്ടോ. ഇതെന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് അടുപ്പിച്ചതാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ ഓരോ രാജ്യത്ത് പോകുമ്പം അതിൻ്റെ പാനിയേഴ്സിൽ അവിടുത്തെ ഫ്ലാഗ് അടിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, UK, സ്പെയിന്, അവർ ഓരോരോ കൺട്രീസിൻ്റെ ഫ്ലാഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂറോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ അതിലടിച്ച് ലാസ്റ്റ് പാനിയേഴ്സ് മൊത്തം കൺട്രീൻ്റെ ഫ്ലാഗ് കൊണ്ട് വരണമെന്ന് ആഗ്രഹം. ഗൈസ്, ഈ സാധനം ഞാൻ കളയില്ല. നിങ്ങളെല്ലാവരും എഴുതി വെച്ചോ, ഈ പറയുന്ന മൊത്തം സ്റ്റിക്കർ ഇതേ രാജ്യത്ത് പോയിട്ട് ഞാൻ അടിക്കും. ഇതേ വണ്ടി എടുത്തിട്ട് ഇതേ രാജ്യങ്ങളിൽ പോയിട്ട് ഇതേ സ്റ്റിക്കർ ഞാൻ അടിക്കും. കാണിച്ചുതരാം. കണ്ട് വലത്തോട്ട് പോട്ടെ, കണ്ടേ പോട്ടെ. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ എത്തിരിക്കാണ്. ഒന്നും നോക്കണ്ട, അടിച്ചു പൊളിച്ചോ. ഒന്നും പറയാനല്ല, ഉഷാറിന്. വണ്ടി അതിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചേട്ടന്മാർ ഈ ബോക്സ് ഓപ്പൺ, നമ്മൾ ഓൾറെഡി ദുബൈയിൽ നമ്മൾ ഈ ബോക്സ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. സെയിം ബോക്സ് ആണ്. ഷെബീറൊക്കെ എത്തിപ്പിടിച്ച് വെക്കുന്നുണ്ട്. ഇങ്ങനെ സാധനം വെച്ചിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് സോർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് എഞ്ചിനും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം, അതൊക്കെ ഉണ്ട്. നമ്മൾ സെറ്റ് നോക്കണേ, എടുക്കുന്നത് നോക്കണേ, ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. അപ്പുറത്തെ ആണി 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 നോക്കാം, ആണി നോക്കാം. എടാ ആണി കിട്ടാ. എല്ലാവരും ഇത് എന്താ സാധനം പൊളിക്കുന്നത് നോക്കിക്കുന്നു കേട്ടോ. എല്ലാവരും അതിന്റെ അപ്പുറത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഫൈൻ, നമുക്കത് അതിൽ കുറച്ച് സാധനങ്ങൾ വേണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇതെല്ലാം വേണ്ടി വരും. ഇത് മുകളിൽ വെച്ചാൽ നമുക്ക് ലോക്ക് ചെയ്യേണ്ടത്. വണ്ടി പുറത്തിറക്കിയിട്ട് ലോക്ക് ചെയ്യാം. അതിൻ്റെ ടോപ്പ് ബോക്സ് കേട്ടോ, അത് ലോക്കല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്തതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ ഇടായിട്ടുണ്ട്. മോനെ കാണുമ്പോൾ രോമാഞ്ചാണ്. ശിവര് രോമാഞ്ച അതിലേക്ക് കണ്ടെന്നുള്ള വെള്ളം വരുന്ന കാണുമ്പോൾ. ഞാനെന്തുണ്ടോ ഒന്നും മിണ്ടാതെ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളിവിടെ നിന്നിട്ട് നിങ്ങൾ കാണുന്നൊരു ഫീലിംഗ് ഒക്കെ വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത് അല്ലേ. നമ്മൾ മുത്തല്ലേ കിടക്കുന്നേ. അപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ വീട്ടിലോ റൂമിലോ കാറിലോ ഗൾഫിലോ നാട്ടിലോ എവിടെയായിക്കോട്ടെ അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച നിങ്ങൾ കാണണം കേട്ടോ. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ വിഷ്വൽ മാത്രം കാണിച്ചത്. അതെ നമുക്ക്
കഴുകിയിട്ടുള്ള വണ്ടി കയറ്റിക്കൂടെ? എടാ ആടെ കയറ്റും ഫുൾ മഞ്ഞേനു, ഇവിടെ എത്തുമ്പോൾ പൊടിയായത്, ആ മഞ്ഞ് പൊടിയായത്. അത് വെയിറ്റ് ഉണ്ട്, താങ്ങാൻ കുറച്ച് പാടോ. ടയറൊക്കെ ഉണ്ട് ഫുൾ ലോക്ക് ചെയ്തിട്ട്. എത്ര ആൾക്കാർ നോക്കി വണ്ടി ഇറക്കാൻ വേണ്ടി പണിയെടുക്കുന്നത്. ഓക്കെ, 8 മാസത്തിന് ശേഷം അങ്ങനെ കേരളത്തിലേക്ക് കാലുകുത്തി. എൻ്റെ മോനെ, ഓ സൈഡ് സ്റ്റാൻഡ് നിൽക്കൂല, സെൻട്രൽ സ്റ്റാൻഡ് ഇടണം. സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ട്, ഇടണോ? സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടു ഓക്കെ കേട്ടോ. ഇല്ല ചെബിറ, ബാറ്ററി എഞ്ചിൻ മെക്കാനിക് ടീഷർട്ടേക്ക് ഷർട്ടേക്ക് പണിയെടുക്കണത്തിട്ട്. ഓക്കെ, നമ്മളപ്പോൾ ഇതിൻ്റെ ബാറ്ററി മാറ്റുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി കേട്ടോ. അതുപോലെ പെട്രോൾ വാങ്ങിയിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ വാങ്ങിയിട്ടുണ്ട്, കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഹായ് ബ്രോ, ഒരു ഹായ് പറഞ്ഞോടാ. ഹലോ കൊച്ചി മച്ചാൻ മുപ്പത് ഇവിടെ എത്തിയിരുന്നു കേട്ടോ, വണ്ടി വന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഷെബീറ, എനിക്ക് പണിക്കൂലില്ല കേട്ടോ, ടിൻസുമാണ് പണിയെടുക്കുന്നത്. നോക്കൂലൊന്നുമില്ല, പോണായിരുന്നേ എന്താ നോക്കൂല. നീ ഏടാ ടീഷർട്ട് വരെ കുപ്പായം വരെ അയച്ചിട്ടില്ല ഓനെ. ആ ഓക്കെ, ആ ബാറ്ററി നല്ല ബാറ്ററി, സംഭവം ഡെഡ്. നമുക്ക് എടുത്തിട്ട് ആ പൊട്ടിയിട്ട് വിളിച്ചോ എന്നാ ബാറ്ററി മാറ്റാം. എന്നാ അയച്ചോ, ഇത് അങ്ങനത്തെ പെട്ടി ആയിട്ടെന്നല്ലേ റിട്ടേൺ കൊടുക്കാം. അതിന് ബൂസ്റ്റ് ചെയ്യും, ആ ബാറ്ററി ബൂസ്റ്റർ അല്ലേ, അത് ബൂസ്റ്റ് ചെയ്യുന്നല്ലേ, വേറെ വഴിയില്ല. ഓണാക്കി സ്റ്റാർട്ടാക്കി എന്നാൽ പൊട്ടിയിടണം, അങ്ങനെ തന്നെ റിട്ടേൺ കൊടുക്കാം. പിന്നെ സംഭവം ബാറ്ററിയെ ചത്തിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ബാറ്ററിയും ചത്ത് പണ്ടാരടിക്കിട്ടാ, ഒന്ന് ചത്തിട്ടില്ല. അതെ, ഇതെന്താ അറിയില്ല, ബാറ്ററി ചത്തില്ല, നല്ല ക്വാളിറ്റി തരുന്നത്. ചാവിയൊക്കെ ഓണാക്കുമ്പോഴേക്കുന്നേ ബാറ്ററി ഒക്കെ ഓണാകുന്നില്ല. ഞാൻ കയറി ചത്തിട്ടുണ്ടാവുന്നു, നമുക്ക് ചത്തിട്ടില്ല, സംഭവം എല്ലാം വർക്കാവുന്നില്ല കേട്ടോ. ഇത് വാങ്ങിയ വേസ്റ്റായി തിരിച്ചു കൊടുക്കാം അങ്ങനെ തന്നെ. അങ്ങനെ ഷെബീർക്കതേ കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. ഫുള്ള് ചളി പണ്ണ് കേട്ടോ. പക്ഷേ പ്രത്യേക റെസ്റ്റും കാര്യങ്ങളൊന്നും പിടിച്ചില്ല ഷെബീറ. സോയിബിൻ്റെ ആയിക്കോട്ടെ പാർട്സ് ഒന്നും എടുത്ത് തുരുമ്പൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നോക്കി, നിങ്ങൾ ഒരു നെട്ടോ വോൾട്ടോ കാര്യങ്ങളൊന്നും റെസ്റ്റ് ഒന്നുമില്ല, ചളിയും മണ്ണും പിടിച്ചത്. 8 മാസം കയറിയിട്ട് വണ്ടി, പക്ഷേ സ്റ്റിൽ അത് ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ്. ഓക്കെ, ഒരു ഇതൊക്കെ സോയിബ് അന്ന് തുരുമ്പൊടിക്കാത്ത സാധനങ്ങളൊക്കെ കയറ്റിയത്, ഒരു തുരുമ്പോ ഒന്നുമില്ല. ഇനി റൈഡ് ചെയ്ത് നോക്കി തരാം. നമുക്ക് ഇവിടെ ചെയിന് തുരുമ്പുണ്ട്, ചെയിനുണ്ടോ? ആ ചെയിൻ നമുക്ക് ലൂബ്രിക്കേഷൻ ചെയ്യണം. അവിടെ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്താൽ പിന്നെ ഷെബീറ ഓയിൽ കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെയിൻ സോക്കറ്റൊക്കെ പുതിയ സാധനം കിടക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ അവിടെ നിന്ന് മാറ്റാം, കുഴപ്പമില്ല. അപ്പം 8 മാസത്തിന് ശേഷം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോകും വണ്ടി കേട്ടോ. 8 മാസത്തിന് ശേഷം ഷെബീർക്ക് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. ഇവരെ ട്രൈ ആവൂല നമ്മൾ ആടെ നോക്കിയിട്ട് ആയിട്ടില്ലടോ. ആടെ തണുപ്പടിച്ചിട്ട് ആയിട്ടില്ല. ഇത് ആടാ കാർബേറ്റർ ആടാ, ഫ്യൂൽ ഇഞ്ചക്ടർ ഒന്നല്ല. നോവേ അടിച്ചോ, പെട്രോളൊക്കെ ഒഴിച്ച് ബാലാ അടിച്ചോ, കിക്ക് അടിച്ചോ, ഇത് ചെയ്തോ, സെൽഫ് അടിച്ചോ. അന്ന് ഇതേപോലെ ഒന്നുമില്ല, അന്ന് ഇതേപോലെ ആയതാ സംഭവം. ടിൻസോ ബ്രോ തൊട്ടപ്പോ സ്റ്റാർട്ട് ആയോണ്ട് എല്ലാവരും കൈയടിക്കൂ പ്രോത്സാഹിപ്പിക്കൂ. 8 മാസത്തിന് ശേഷം അടിച്ച് സ്റ്റാർട്ടാക്കി കേട്ടോ വണ്ടി. ഞാൻ വെച്ച് ബാറ്ററിയെല്ലാം ചത്തിട്ടിരുന്ന പുതിയ ബാറ്ററി വാങ്ങിക്കൊണ്ട് ഗായ്സ്. അപ്പോൾ ടി വി എസിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ ഒരു തരത്തിലും സംശയിക്കണം ആവശ്യമില്ല. 8 മാസം കയറ്റിയിട്ട വണ്ടിയാണ്. 8 മാസം കയറ്റിയിട്ട് വണ്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതും നല്ല മഞ്ഞിലും നല്ല പൊടിയിലും വെയിലത്തൊക്കെ 8 മാസം കിടന്നത്. ഒരു തുരുമ്പോൾ ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. ടി വി എസിൻ്റെ വണ്ടിൻ്റെ ക്വാളിറ്റി ആണ് നിങ്ങൾ ഒന്നും. പിന്നെ അങ്ങനെ 7-8 മാസത്തിന് ശേഷം നമ്മളതിൻ്റെ ഫസ്റ്റ് സൈഡ് കേട്ടോ. പോട്ടെ നോക്കാൻ പ്രശ്നമുണ്ടോ?
കയറ്റിയിട്ട് പോലെ ഫീൽ ആകുന്നില്ല കേട്ടോ, കയറ്റിയിട്ട് പോലെ ഫീൽ ആകുന്നില്ല. സൂപ്പർ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം 8 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം വണ്ടിയിൽ കേട്ടോ. പക്ഷേ ഗോൾഡ് വിങ് എടുത്തിട്ട് ഇതിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കുറച്ച് കുഞ്ഞു വണ്ടികൾ തോന്നുന്നുണ്ട്, ബട്ട് സ്റ്റിൽ സോ ഹാപ്പി. പിന്നെ ഫുള്ള് പൊടിയാണ്, മുഖത്തൊക്കെ ഫുൾ പൊടി അടിക്കുന്നുണ്ട്. ഒന്ന് കയ്യില എൻ്റെ റൈഡ് ഉണ്ടാകും കേട്ടോ. നമ്മൾ രണ്ടാളും ഒരുമിച്ച് റൈഡൊക്കെ ഉണ്ടാവും. ഒരു മിറാക്കിൾ എന്താ വെച്ചാൽ 8 മാസം കയറ്റിയിട്ട് ഈ വണ്ടീൻ്റെ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ ഞാനൊരിക്കലും ഈ കമ്പനീനെ ആവശ്യമായിട്ട് പൊക്കുന്നില്ല. നിങ്ങൾ നേരിട്ട് കണ്ടു എന്താണ് ഇവിടെ സംഭവിച്ചതല്ല. ഇത്രയും കാലം കയറ്റിയിട്ടൊരു വണ്ടിക്കൊരു അനക്കവും വരുന്നില്ല. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പം സമയം 12:30 മണിയായി. അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിൽ പോയി അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് നേരെ ഇവിടെ നാട്ടിലോട്ട് കേട്ടോ. അതാണ് ഇപ്പോൾ അടുത്ത പ്ലാൻ. കാരണം ഇവിടെ രാത്രിയൊക്കെ നല്ല മഴ കാണുന്നത്. മഴ പെയ്യുന്നതിന് മുമ്പ് നമുക്ക് എത്താമല്ലോ. ഇപ്പോൾ ആണ് ശരിക്കും ഒരു കോമ്പിനേഷൻ ആയത്. ആമിനെ എത്തിയതോട് കൂടിയിട്ട് എൻ്റെ ഈ ഒരു ഫ്രെയിമിനൊരു കോമ്പിനേഷൻ ആയി. കാരണം എൻ്റെ ക്യാമറ ഫ്രെയിമിലെ കൂടി ഒരുപാട് ആൾക്കാരെ കാണാൻ ആഗ്രഹിച്ച ഒരു ഫ്രെയിമാണ് ഇത്. ആമിനാൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്ന ഫ്രെയിം. ഈ വണ്ടി റിലീസ് ചെയ്യാനുള്ള ഒറ്റ റീസൺ കാരണം ഞാൻ ഈ 1 മാസം നാട്ടിൽ സ്റ്റക്കായത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കൺട്രീസ് വിസ അടിച്ചിട്ടുണ്ട്, എവിടെയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇപ്പം ഞങ്ങൾ ക്രോസ് കൺട്രി റൈഡ് 2021 മാർച്ചിന് ശേഷമാണ് അടുത്ത റൈഡ് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞ തവണത്തെ പോലെ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കൊറോണ ഒന്നും ഇല്ലാണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയി വരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. To know you better, like can you be trusted? Will you take me for granted? And will you let me down? I know I'm feeling something for you. The way you look, the way you laugh, and how you move. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാനും ഏറ്റവും കൂടുതൽ അറ്റാച്ചായി കിടക്കുന്ന ഈ വണ്ടി കേട്ടോ. കാരണം ഞാനിപ്പോൾ കുറേ കാലം വെച്ച് ഈ വണ്ടി എടുക്കുന്നത്. പക്ഷേ എടുത്ത് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് കുറേ കാലമായിട്ട് ഓടിക്കുന്ന ഫീൽ. ഇപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇന്നലെ എങ്ങാണ്ട് ഞാൻ വണ്ടി കയറിയിട്ടോ എനിക്ക് തോന്നുന്നത്. ഫുള്ള് പൊടിയാണ്, പൊടിയൊക്കെ മുഖത്തിങ്ങനെ അടിക്കുന്നുണ്ട്. മൊത്തത്തിലൊന്ന് വാശിയാണ്. അപ്പോൾ ഞാനിവിടെ എത്തി, റൂമിലെത്തി. ഇനി എന്താ വെച്ചാൽ കുളിച്ച് ഫ്രഷ് ആക്കിയിട്ട് എൻ്റെ ഗിയേഴ്സ് ഒക്കെ ഇട്ടിട്ട് നേരെ നമുക്ക് നാട്ടിലേക്ക് പോകണം. ഷബീറും ജസീൽ പുറകിൽ കാറിൽ വരുന്നുണ്ട്. ഞാൻ ബൈക്കിലാണ്ട് വേഗം എത്തി കേട്ടോ. വേറെ എന്താ പറയുക, ഇനിയിപ്പം ഇവിടുന്ന് നേരെ കണ്ണൂരേക്കുള്ള ഓട്ടമാണ്. അറിയാലോ, നമുക്ക് തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഒരുപാട് ജില്ലകൾ കവറാകാനുണ്ട്. എന്താവുമെന്നറിയില്ല. ഇപ്പം വിട്ടാൽ എത്ര മണിക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. നാളത്തെ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ കേരളത്തിലൂടെയുള്ള അമീനാൻ്റെ ഫസ്റ്റ് റൈഡാണ്. നമ്മൾ അഫ്കോഴ്സ് കണ്ണൂർ ജില്ലയിൽ ഓടിയെന്നല്ലാതെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്ത് ഓടിയിട്ടില്ലായിരുന്നു. ഫസ്റ്റാണ്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകും, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകും, വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. നോക്കാം അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ ആ ഒരു ക്യാമ്പയിൻ നടത്തിയപ്പം ഏകദേശം 2,80,000 രൂപയോളം എനിക്ക് ക്യാമ്പയിനിലൂടെ എനിക്ക് കിട്ടിയിരുന്നു. ടോട്ടൽ ഇപ്പോൾ 6,30,000 എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയി. അപ്പോൾ ഒരു 3 രൂപ ആ റേഞ്ചിനടുത്ത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തു. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കീ ചെയിൻ ക്യാമ്പയിൻ നടത്തി ഗോൾഡ് വിങ് വാങ്ങി നോക്കി. അല്ല, ഞാൻ പറഞ്ഞിരുന്നു ദുബായിൽ വെച്ചിട്ട് എനിക്ക് കുറച്ച് വർക്കുകൾ കിട്ടിയിരുന്നു. അറിയാമല്ലോ, നമ്മളവിടെ ദുബായ് ടൂറിസത്തിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഫണ്ട് വന്നപ്പോഴാണ് പിന്നെ എൻ്റെ പഴയ വണ്ടി വിറ്റ് അനിയനായിരുന്നൊക്കെ അങ്ങനെയൊക്കെയാണ് ഗോൾഡ് വിങ് എടുത്തത്. ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തണം, അത്രയേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ക്യാമ്പയിനോടെ എനിക്ക് വലിയ കോടികൾ കിട്ടിയിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. നന്ദി എല്ലാവർക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വണ്ടി നാട്ടിലെത്തി. അതുപോലെ അസർബൈജാനിലെ ബാക്കുള്ള കുറച്ച് മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. എൻ്റെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ സഹായിച്ച അവർക്കും, പിന്നെ അവിടെയുള്ള വേറൊരു മലയാളിയുണ്ട്, ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. വണ്ടി നാട്ടിലെത്തിക്കാൻ കൂടുന്നത്. ആമിനാൻ്റെ എറണാകുളം ടു കണ്ണൂർ റൈഡിങ് വീഡിയോ ആയിട്ട് നടക്കണം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.